നമ്മൾ ശിവേട്ടന്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും എല്ലാവരും എന്നെ പേഴ്സണലി അറിയാവുന്ന ആളുകളൊക്കെ ചോദിച്ചതായിരുന്നു. ചേച്ചിയുടെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ശാലിനി ചേച്ചി എന്തേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശാലിനി ചേച്ചിനെ തപ്പി പിടിച്ച് ശാലിനി ചേച്ചിയുടെ അടുത്തേക്ക് വന്നത്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ പറയൂ? സുഖമായിരിക്കുന്നു. ഇവിടെ ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീട്ടില്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെയാണ്. ഇപ്പൊ ഇവിടെയാണ് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ജോലിയായിട്ടില്ല, ഇങ്ങനെ തുണിയുടെ ഒരു ഓൺലൈൻ ബിസിനസ്സും ഒക്കെ ഉണ്ട്. എങ്ങനെയാ പോകുന്നത്? അതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈനും ഉണ്ട്, നമ്മുടെ നാട്ടിലല്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ അല്ലാണ്ടൊരു ജോലി കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എവിടെങ്കിലും ഒരു ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സമീപിക്കുമ്പോ അവരുടെ സേഫ് ഗേഡ് ആക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അത് ഈ ഒരു വയ്യാഴിയുടെ പേരിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തൊക്കെയാണ് അത് ഒരുപാട് ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതിനായിട്ട് യൂസ്ഡ് ആയി പോയത് കൊണ്ട് കുറച്ച് നമുക്ക് മനക്കെട്ടി വന്നിട്ടുണ്ടാവും. ഒരുപാട് കുഞ്ഞിലെയൊക്കെ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്ത് വന്നിരുന്നതൊക്കെ? അങ്ങനെ പുറത്തങ്ങനെ അധികം പോകാറില്ലായിരുന്നു. ചൂട് ഒന്നാമത്തെ കാര്യം അതാണ് പ്രശ്നം. നമുക്ക് ചൂട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് തവണ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് തവണ മേലൊക്കെ കഴുകുമായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ കൂടിയാലുണ്ട് ഞാൻ ഛർദ്ദിക്കും, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ പുറത്ത് അധികം യാത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പഠിക്കാനായിട്ട് വിട്ടത് തന്നെ ഒറ്റയടിക്ക് 5ാം ക്ലാസ്സിലോട്ട് അമ്മ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചിട്ട് ഒന്നിച്ച് ഞാൻ അവിടെ കുമാരനാശൻ UP സ്കൂളുണ്ട്, അവിടെയാണ് പഠിച്ചത്. 5ാം ക്ലാസ്സിൽ ഒന്നിച്ച് അങ്ങനെ കയറുമായിരുന്നു അവിടോട്ട്. 1ലും 2ലും ഒന്നും പഠിക്കാതെ അങ്ങനെയാണ്. എന്തുകൊണ്ടായിരുന്നു ക്ലാസ്സിൽ അങ്ങനെ പോവാൻ പറ്റാത്ത അത് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിടിഞ്ഞു കയറുക, ബുദ്ധിമുട്ടുകൾ, ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മേല് കഴുകണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് അന്ന് പോയില്ല. ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയത്. അന്നേരവും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്നേരം ഉച്ചയ്ക്ക് അമ്മ വന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ പാപ്പൻ്റെ വീട് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഉച്ചയ്ക്ക് 1 മണിക്ക് വിടത്തില്ലേ, അപ്പം പോയി മേല് കഴുകി ഫ്രഷായിട്ട് വീണ്ടും വരും. അങ്ങനെയൊക്കെയായിരുന്നു. ഈ കുട്ടികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇല്ല, അങ്ങനെ വലിയ അത് നമ്മുടെ നാട് തന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കുത്തുവാക്കുകളൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒത്തിരിയായത്, പറയാൻ പറ്റാത്ത രീതിയിലുള്ള. നമുക്ക് തന്നെ അറിയില്ലല്ലോ നമുക്ക് അന്ന് എന്താ ബുദ്ധിമുട്ടെന്ന്. ഇപ്പം നമ്മൾ വലിയതായത് കൊണ്ടാണ് നമുക്ക് ഇന്നതുകൊണ്ടാണെന്നൊക്കെ ഉള്ള. പക്ഷെ അന്നെന്ന് വെച്ചാൽ നമുക്ക് പോലും അറിയില്ല. എന്നും അങ്ങ് ക്ഷീണം, ഭയങ്കരമായ ബുദ്ധിമുട്ട്. ടെമ്പറേച്ചർ കൂടിയാൽ ഉടൻ തന്നെ ഛർദ്ദിക്കുമായിരുന്നു. ഇപ്പൊ ആളുകൾക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടി അവയർനെസ് ഇതിനെ പറ്റി ഉള്ളത്. അതെ, നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു നമുക്ക് മുന്നേ യൂട്യൂബിലൊക്കെ വന്ന് കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ ആ ഒരു സമയത്ത് റീച്ച് ആയപ്പോൾ. ഇപ്പം സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് വീഡിയോയൊക്കെ ഇടുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് വേണ്ട, കാരണം ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നീട്. പക്ഷെ ഇപ്പം അന്ന് ആ വീഡിയോ ഇത്രയും ഇതായത് കൊണ്ടായിരിക്കും ഇപ്പം എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയുന്നതുകൊണ്ട് അങ്ങനൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു, എനിക്ക് തോന്നുന്നു ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ ഉള്ളൊരു സംശയമായിരുന്നു കുട്ടികളുടെ കാര്യത്തിൽ. അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെ ഉള്ള ഒരു കുട്ടി ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ചേച്ചിനോട് അങ്ങനെ ഡയറക്റ്റ് ആരെങ്കിലും വീട്ടിൽ അത് വലിയൊരു വിഷയമായിരുന്നു. എൻ്റെ വീട്ടിൽ, ശിവേട്ടൻ്റെ വീട്ടിലും അത് തന്നെയായിരുന്നു. എങ്കിലും നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്തുകൊണ്ടാണ്. എൻ്റെ അമ്മയാണേലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്, അവിടെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവർ ഉറപ്പ് പറയുന്നില്ല. ഇങ്ങനെ ആവില്ല എന്നും പറയാൻ പറ്റില്ല, ആകുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഈ രോഗമെന്ന് പറയാൻ പറ്റുന്നില്ല. മെഡിസിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ, അങ്ങനെ ഒന്നും തീർത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായിരുന്നു ഈ രോഗത്തിന്റെ പേരോ? അങ്ങനെ ലാമിനാർ ഇത്യോസിസ്. ഓക്കെ, ഈ മരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? എന്തെങ്കിലും മരുന്നില്ല എന്നല്ല, ഈ മരുന്ന് കഴിച്ചാലും ഇതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഇല്ല. ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഇത് ബൈ ബർത്ത് അല്ലേ, ജനിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും സോറിയാസിസ് എന്നൊക്കെ പറയുമ്പോൾ
അത് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. ഇത് നമ്മളെ ജന്മനാലയാണ്. അതിന് മെഡിസിൻ ഇതുവരെ ഇല്ല. അതിപ്പം നമ്മളിപ്പം മരുന്ന് കഴിച്ചാലും കുറച്ച് കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും നോർമൽ സ്കിന്നുള്ളവരുടെ പോലെ എന്തായാലും ആവില്ല. മരുന്ന് കഴിച്ച് നല്ലോണം ഒരു വൃത്തിയാകുന്ന രീതിയിലാകും. പക്ഷെ നമ്മൾ മരുന്ന് കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയ പടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആകും. അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ഈ മരുന്നിൻ്റെ സ്കിന്നിൻ്റെ മരുന്നിന് തന്നെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. പിന്നെ വിലയാണെങ്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നതല്ല. എന്തൊക്കെ തരം സൈഡ് എഫക്ട്സ് ആണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാൻ? ഈ മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും മാത്രമാണ് സമാസമം എടുത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരുമാതിരിപ്പെട്ട ഒന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് നാടൻ രീതിയിലുള്ള പ്രയോഗങ്ങളേ ഉള്ളൂ. അലവേര അങ്ങനെയൊക്കെ ഉപയോഗിക്കലേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സ്കിന്നിന് മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇത്ര ഇല്ലായിരുന്നു നേരത്തെ. ഇപ്പൊ ഇത്രയെങ്കിലും മാറ്റങ്ങളുണ്ട്. ബുദ്ധിമുട്ടുകൾ കുറവുണ്ട് നമ്മുടെ ഒരുപാട്. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസാ വരാറ്? ഇപ്പം കണ്ണിനുള്ള പ്രശ്നങ്ങള്, കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് മുകളിലത്തെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നേരം വെളുക്കുന്നതിനുള്ളിൽ നമുക്ക് നീറ്റലും ഒക്കെ തോന്നും. കാറ്റടിക്കുമ്പോ വെള്ളം അങ്ങ് വറ്റിപ്പോകുന്ന പോലെ ആയിരിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറങ്ങുമ്പോ കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പൊ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും അധികം ചൂടടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ ഫാനൊക്കെ ഇടുമ്പോൾ ഫാൻ്റെ കാറ്റടിച്ചാൽ ഉടനെ ഡ്രൈ ആയിട്ട് നീറും, നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട്. ഇപ്പൊ അന്നൊരു വീഡിയോ ഇട്ടപ്പോ ഉണ്ടല്ലോ, ഇത്രയധികം ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് നടക്കരുത്, ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണ്, അപ്പൊ അത് കൂടും എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നത് ശ്രദ്ധിച്ചായിരുന്നോ എന്ന് എനിക്കറിയില്ല. നമ്മൾ പണ്ടിട്ടൊരു വീഡിയോയില് ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ചേച്ചി ഒരുങ്ങി നടക്കുന്നത് ചേച്ചിയുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇന്ന ആളെ കാണിക്കാനാണ്, അല്ലെങ്കിൽ ഇത്രയും പേരെ കാണിക്കണം എന്നുള്ള രീതിയിലല്ല, നമുക്കൊരു സന്തോഷത്തിനാണ് ഒരുങ്ങി നടക്കുന്നത്. അപ്പൊ അതിനെതിരെ ഇങ്ങനെ പറയുന്ന ആളുകളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അന്ന് ശരിക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് ശിവേട്ടൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുമായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അത് ബാക്കിയുള്ളവർ പറയണ കേട്ട് കഴിഞ്ഞാൽ അവര് ഒരുങ്ങുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നതല്ല. ഈ ലിപ്സ്റ്റിക്കിന് കെമിക്കൽ ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമല്ലേ. പിന്നെ നമ്മൾ അങ്ങനെ അതിനോട് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. നേരത്തെ ഒരു ജോലി കിട്ടാനായിട്ടൊക്കെ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോഴാണെങ്കിലും ചേച്ചി ജോലി അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോഴും നേരിടുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ? ഇപ്പൊ ഇല്ല. എനിക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുവായാലും വെയിൽ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇവിടെ പലനയിലൊക്കെ തന്നെ കൊടുത്തു തുടങ്ങിയതാണ്. അപ്പം പിന്നെ അത് ഇങ്ങനെ ദൂരെയുള്ളവരും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു, കൊറിയർ അയച്ചിട്ട്.